സംസാരിച്ച അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നിവിടെ വരാതിരുന്നത്. ഇന്ന് ഒരു നീണ്ട സംസാരം എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതിന് പകരം മറ്റൊരു ദിവസം നിങ്ങൾക്കൊരു 2 മണിക്കൂർ സമയം ഞാൻ സംസാരിച്ചു തരും. എന്നെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്ന് തിരിച്ചെൻ്റെ വീട്ടിലാക്കി തരണം എന്നതല്ലാതെ മറ്റൊരു നിബന്ധനയുമില്ല. ഒരു പൈസയും നിങ്ങൾ തരണ്ട ഇൻഷാ അല്ലാഹ്. ഓതി വെച്ച ആയത്തിൻ്റെ മാന ലോകത്തുള്ള ജനങ്ങളെ ഫസ്അലു നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കണം. ആരോട്? അഹ്ല ദിക്രി. ഒരു ഇൽമിൻ്റെ അഹ്ലുകാരെ കാണുമ്പോൾ നിങ്ങളുടെ ദീനിൻ്റെ കാര്യം ചോദിച്ച് മനസ്സിലാക്കണം. ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് ആ വിഷയം അറിയില്ലെങ്കിൽ അറിവുള്ളവരെ സമീപിച്ച് അവരോട് ചോദിച്ചുകൊണ്ട് കാര്യം മനസ്സിലാക്കണം. ഇത് അള്ളാഹു ഖുർആനിൽ കൂടി അവൻ്റെ സൃഷ്ടികളാകുന്ന മനുഷ്യരാകുന്ന നമ്മളോട് അള്ളാഹു കൽപ്പിച്ചതാണ്. ആ കൽപ്പനയ്ക്ക് എത്രമാത്രം വഴിപ്പെടുന്നു നമ്മൾ ഇന്ന് അനുഭവം വെച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാം. നമ്മൾ ഇന്നോ ഇന്നലെയോ ഈ ആഴ്ചയോ കഴിഞ്ഞ ആഴ്ചയോ ഈ മാസമോ കഴിഞ്ഞ മാസമോ ഈ കൊല്ലമോ കഴിഞ്ഞ കൊല്ലമോ ഏതെങ്കിലും ഒരു ആലിമിനെ സമീപിച്ചിട്ട് ഒരു ദീനിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഉസ്താദെ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നോ എന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ചിലപ്പോൾ ഈ ആഴ്ച ഈ മാസം കഴിഞ്ഞ വന്ന ആരും ഒരു ദീനിൻ്റെ കാര്യം ഒരു ആലിമിനെ സമീപിച്ചിട്ട് ചിലപ്പം ചോദിച്ചിട്ടുണ്ടാകൂല. ദുനിയാവിൻ്റെ നീക്കം അങ്ങനെയാണ്. സഹോദരിമാരെ, നിങ്ങൾക്കും ചിന്തിക്കാം. ഈ ആഴ്ചയോ കഴിഞ്ഞ ആഴ്ചയോ ഈ മാസമോ കഴിഞ്ഞ മാസമോ ഈ കൊല്ലമോ കഴിഞ്ഞ കൊല്ലമോ ഒരു മുസ്ലിയാറെ സമീപിച്ചിട്ട് ഒരു ദീനിൻ്റെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചിരുന്നോ? നിങ്ങൾക്കും ചിന്തിച്ചു നോക്കാം. ചിലപ്പോൾ പരാജയമായിരിക്കും മറുപടി, ചോദിച്ചിട്ടുണ്ടാകൂല. ഇനിയെങ്കിലും നിങ്ങളും ഞാനും അതിൽ ഒരു ഉണർവുണ്ടാകണം. കണാരൻ്റെ ഉസ്താദിനെ പോലത്തെ നല്ല ആലിമ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അല്ലാഹു ഗഫിർ ലഹും വർഹംഹും റഹ്മത്തൻ വാസിഅ. എന്നിരുന്നാലും ചെറിയ ചെറിയ ഉലമാക്കളും മേലവ്യവസ്ഥരൊക്കെ ഏത് നാട്ടിലും ഉണ്ടായിരിക്കാം. നിങ്ങൾ ചോദിച്ചുകൊണ്ട് കാര്യം മനസ്സിലാക്കണം. ഫസ്അലു അഹ്ല ദിക്ർ, ഇൽമിൻ്റെ അഹ്ലുകാരെ സമീപിച്ചിട്ട് ദീനിൻ്റെ കാര്യം നിങ്ങൾ ചോദിച്ചേ പറ്റൂ. ഇൻകുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ. നമ്മൾ മനസ്സിലാക്കും നമുക്കൊക്കെ അറിയാമെന്ന്. ചിലപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ ദേഷ്യം പിടിക്കും. എനിക്ക് പല്ല് തേക്കുന്ന അറിയാവോ മോനെ? മോളെ എനിക്ക് പല്ല് തേക്കുന്ന അറിയാവോ എന്ന് ചോദിച്ചാൽ, ഓ നിങ്ങൾ വരാൻ പോയി പല്ലിയേക്കുന്നത് പഠിപ്പിക്കുന്നു, നിങ്ങൾ വലിയെത്തിക്കില്ലേനോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കും. എൻ്റെ കുഞ്ഞിക്കാലത്ത് ബ്രഷും പേസ്റ്റൊന്നും ഇല്ല. തേങ്ങൻ്റെ പച്ച തേങ്ങൻ്റെ തേങ്ങ ഒരുക്കും മടലുണ്ടാവുമല്ലോ, ആ മടൽ ചെത്തി മിസ്വാക്കാക്കിയിട്ട് പണ്ട് അങ്ങനെയാണ് പല്ലിയൊക്കെ ലവണങ്ങൾ മടലിൻ്റെ മുസാക്കുണ്ട് അങ്ങനെ ഇതാക്കൽ. ഉമ്മ അടുക്കള ഞാൻ പല്ലിങ്ങാക്കട്ടെ, ഇങ്ങനെ ഉമ്മ പല്ലിയൊക്കെ. അയ്യാറ് പല്ലിയൊക്കെ നാവാനാണ് ഞാൻ പല്ലിയാക്കുന്നത് എന്തേനും ഏതാ ഇനി അടുക്കള ഞാൻ പല്ലിങ്ങാക്കട്ടെ. ഏത് കിതാബ് നോക്കിയാലും ആണും പെണ്ണും ഇങ്ങനെ പല്ല് തേക്കരുത്. ഒരു മുസ്ലിംമാർക്കും അഭിപ്രായ വ്യത്യാസമില്ല, ഇങ്ങനെ പല്ല് തേക്കരുത്. വസിവാക്ക് അറലൻ, അകലത്തിലാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്.
ഈ പല്ല് തേക്കുന്ന മടലിൻ്റെ മിസ്വാക്ക് പോയി. ഇന്ന് അതുകൊണ്ട് ആരും പല്ലേക്കൂല. ഏത് പാവപ്പെട്ടവൻ്റെ പുരയാണെങ്കിലും 7 ബ്രഷ് ഒരു പേസ്റ്റും ഉണ്ടാവും. ചിലടത്ത് 7 പേസ്റ്റ് തന്നെ ഉണ്ടാവും. പേസ്റ്റ് ഒന്നും മതിയല്ല, അതിന് തീർന്ന് വാങ്ങിയാൽ മതിയല്ല. 7 ബ്രഷ് ഉണ്ട്, 7 പേസ്റ്റുണ്ട്. രാവിലെ ബ്രഷ് എടുത്ത് പേസ്റ്റും ആക്കിയിട്ട് തേക്കിങ്ങനെയാണ്. അത് നിങ്ങൾ കണ്ണൊക്കെ ആർക്കത് കണ്ണൊക്കെ ആവും മോനെ നമ്മൾ മൊയ്ത് വെച്ചിട്ട് ഇന്നാലില്ല ഓർ ഞാൻ പരിങ്ങ ചൊട്ടനെ ഇങ്ങനെ വലിയേക്ക. മുത്തുമോനെ ഇങ്ങനല്ല വലിയേക്കണ്ടേ, ആരംഭമോളെ ഇങ്ങനല്ല പല്ല് തേക്കേണ്ടത്. ഞാദ്യം മടലിൻ്റെ മിസ ഇങ്ങനെ പല്ല് തേച്ചല്ലോ, ഇങ്ങനെ പല്ലേക്കൽ കറാഹത്ത. ബ്രഷ് വന്നപ്പോൾ ഇങ്ങനെ പല്ല് തേച്ചല്ലോ. ഇബ്ദഅ് ബിൽ യമീൻ മുത്ത് റസൂൽ എന്നിട്ട് ഉപദേശ ഒരു ഗുണകരമായ സംഗതി ബലത്ത് കൊണ്ട് തുടങ്ങണമെന്ന്. തൊള്ളൻ്റെ വലഭാഗം ഇതല്ലേ. അപ്പം കോൾഗേറ്റും ബ്രഷും ആദ്യം പല്ലിയൊക്കെ ഇങ്ങനെ വലിയ. ഇനി നാളെ വേഗം അങ്ങനെ തേക്കണ്ട പെണ്ണുങ്ങളെ. നാളെ മുതൽ മറന്നു പറയേ, കോൾഗേറ്റും ബ്രഷും എടുത്ത് വലഭാഗത്തെ പല്ല പുറമ്പൽ, പിന്നെ മേലെ പല്ലി അടിവാഞ്ഞ, പിന്നെ താഴെ പല്ലിൻ്റെ പുറവും നിറഞ്ഞ. ഇങ്ങനെ വലഭാഗം തേച്ച് കഴിഞ്ഞിട്ടാണ് ഇടഭാഗത്തെ പല്ല് തേക്കേണ്ടത്. ഒരുപക്ഷെ ഈ മുമ്പേ നിങ്ങൾ തന്നെ ഇന്ന് രാവിലെ ഇങ്ങനെ പല്ല് തേച്ചവരായിരിക്കാം. ഇത് വലഭാഗമല്ലല്ലോ മോളെ ഇടഭാഗമല്ലേ. അകലത്തിലാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല. വലഭാഗത്താണ് ആദ്യം തേക്കേണ്ടത്. ഓരോരോ സംഗതിയും ചിന്തിക്കുമ്പോൾ ഇത് ഇസ്ലാമിൽ കൽപ്പിച്ച രൂപത്തിൽ തന്നെയാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. നഖം മുറിക്കേണ്ടത് എങ്ങനെയാണ്? ആണായാലും പെണ്ണായാലും നഖം മുറിക്കൽ അതൊരു ഗുണകരമായ സംഗതിയാണ്. പല്ല് തേക്കലും നഖം മുറിക്കലൊക്കെ എന്തൊരു ഹൈറായ സംഗതിയും വലഭാഗം കൊണ്ട് തുടങ്ങണം എന്നതാണ്. ആണും പെണ്ണും ദേഷ്യം പിടിക്കണ്ടേ. ചിലപ്പോൾ ഇന്ന് വരെ നഖം മുറിച്ചത് അവൻ പറ്റിയോട്ടെ, അവൻ പറ്റില്ല എന്നാൽ പിന്നെ കത്തിയെടുത്തോ എടുത്ത്. മുസാക്ക നിങ്ങൾ മരിച്ചെടുത്ത് വരുന്ന ആര്? നമ്മളെ കുഞ്ഞുള്ളായിരുന്നു. ഇന്നാര്? ഞാൻ നമുക്കൊന്നിച്ചു ഞാൻ നോമ്പ് മുറിച്ചോട്ടെ. എടാ പടി ജാഹിലേ, ഇത് ഇടത്തെ കൈയല്ലേ. ഹൈറ എന്ത് സംഗതി ചെയ്യുമ്പോൾ വലഭാഗം കൊണ്ട് തുടങ്ങണ്ടേ. ഇതല്ലേ ബലത്തെ കൈ അല്ലേ മോളെ ബലത്തെ കൈ ഇതല്ലേ. നിങ്ങൾ മരിക്കോളം നുകം മുറിക്കുമ്പോൾ നുകമ്പെട്ടുന്ന സാധനം ഇടത്തെ കൈ പിടിക്കുക, എന്നിട്ട് ബലത്തെ കൈൻ്റെ മുസബഹബലിൻ്റെ നഖം മുറിക്കുക, എന്നിട്ട് നടുവലിൻ്റെ നഖം മുറിക്കുക, എന്നിട്ട് മോതിരവലിൻ്റെ നഖം മുറിക്കുക, എന്നിട്ട് ചെറുവലിൻ്റെ നഖം മുറിക്കുക, എന്നിട്ട് ഈ അപ്പമ്പലിൻ്റെ നഖം മുറിക്കുക. ഇന്നലക്ക് വലത്തെ കൈയിൻ്റെ നഖം പൂർത്തിയായി മുറിച്ച ശേഷം ഇനി നഖം വെട്ടുന്ന ബലത്തെ കൈയിൽ പിടിച്ചിട്ട് ഇടത്തെ കൈയിൻ്റെ ചെറുവിരൽ മുതൽ തീർത്തീബായി ഈ അപ്പം വിരൽ വരെ. ഉപ്പിയമ്പസിക്കും അപ്പലാത്തു ബസിറു. അത് ഖുർആനാ. ജനങ്ങളെ നിങ്ങൾ തടീൻ്റെ കാര്യം ചിന്തിക്കാത്തത്? നിങ്ങൾ തടീൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചിന്തിക്കാത്തത്? നിങ്ങൾ മറ്റുള്ളവരെ നന്നാക്കുന്നല്ല എല്ലാവരും പ്രശ്നം. എൻ്റെ നടപടി എങ്ങനെ അത് ഇസ്ലാമിൽ കൽപ്പിക്കപ്പെട്ട പോലെ തന്നെ ആകുന്നുണ്ടോ ഇല്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. എനിക്കെല്ലാം അറിയാമെന്നാരും മനസ്സിലാക്കരുത്. നമുക്ക് ഇൽമിൻ്റെ അല്പം ഉണ്ടെങ്കിലുണ്ടെന്നേ മനസ്സിലാക്കണം. ഞാൻ ഭയങ്കര തഹസീലൊക്കെ ഭയങ്കര മൂല്യാറ, എൻ്റെ എല്ലാം ആയിപ്പോയി, അത്രയൊന്നും ആരും അങ്ങനെ മനസ്സിലാക്കരുത്. നമുക്ക് ഇൽമ് കുറവാണ്. നമ്മളിപ്പോഴും ചോദിച്ച് പഠിക്കേണ്ടവരാണ്, മനസ്സിലാക്കേണ്ടവരാണ് എന്നൊരു ഉദ്ദേശത്തിൽ കൂടി നീങ്ങണം. പെണ്ണുങ്ങളെ, ഞാൻ നിങ്ങളൊരു മസാല ചോദിക്കട്ടെ. അതെന്തെന്നാ, ഒരു പെണ്ണുങ്ങൾക്ക് 8-ാം മാസം ഗർഭ, ഓക്കെ, രക്തം പോയി, ഞായറാഴ്ച പോയി, തിങ്കളാഴ്ച പോയി, ചൊവ്വാഴ്ച പോയി, ബുധനാഴ്ച പോയി, വ്യാഴാഴ്ച പോയി, വെള്ളിയാഴ്ച പോയി.
6-7 ദിവസം തുടർച്ചയായിട്ട് രക്തം പോയി. ആ മാസങ്ങൾ രക്തം പോലെ തന്നെ രക്തം പോയി. ഡോക്ടർക്ക് കാണിച്ച് ഗുളിക കുടിച്ച് അതൊക്കെ മാറിപ്പോയി. എന്നാൽ 8-ാം മാസം ഗർഭമുള്ള പെണ്ണ് 8 ദിവസം രക്തം കണ്ടല്ലോ. ഈ രക്തത്തിൻ്റെ പേരെന്താണ് പെണ്ണുങ്ങളെ? ഹൈളാണോ, നിഫാസാണോ, ഇസ്തിഹാദത്താണോ, എന്താണ്? നിഫാസ് രക്തമാകണമെങ്കിൽ ആ ഗർഭത്തിൽ പള്ളയിൽ എത്ര കുട്ടി ജനിച്ചോ ആ കുട്ടി മുഴുവനും പുറത്തു പോകുന്നതിൻ്റെ ശേഷം ഉണ്ടാകുന്ന രക്തമാണ് പ്രസവ രക്തം. 2 കുഞ്ഞുണ്ടെയും മെന്നെന്ന ഒന്നിനെ പെറ്റ് ഒന്നിനിന്നാ പെറ്റ് ഇതുവരെ രക്തമുണ്ട് ഇവിടെ. അത് പ്രസവരക്തമല്ലേ? പ്രസവരക്തം ഗർഭാശയത്തിൽ ആ ഗർഭത്തിലുള്ള കുട്ടി പൂർത്തിയായി പുറത്തു പോയതിന് ശേഷമുള്ള രക്തമാണ് പ്രസവരക്തം. പിന്നെന്ത് രക്തമായത്? എന്ത് രക്തമായത്? ഹൈള എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരാക്കോ പെണ്ണുങ്ങൾ? അല്ല മൊയിലാറെ, നിങ്ങൾ പണ്ടെല്ലാം നല്ല ബാധ പറയല്ലേ, ഇതെങ്ങനെയായിപ്പോയി? നിങ്ങൾക്ക് സോക്കർ പാറ്റുണ്ടോ? കീർപ്പത്തിലായതുണ്ടാവുമോ? ഏത് ഫിഖിൻ്റെ കിതാബ് നോക്കിയാലും കാണാം ദമുൽ ഹാമിലി ഹൈലുൻ. ഒരു ഗർഭിണിയായ പെണ്ണ് 6-7 ദിവസം രക്തം കണ്ടാൽ അത്രയൊന്നും വേണമെന്നില്ല. അഖല്ലുൽ ഹൈദ് യൗമും വലൈല ഐ ഖദ്റുഹുമാ. ഹൈദ് ആവണമെങ്കിൽ 24 മണിക്കൂർ ഉണ്ടാകണം. 2 ദിവസം കൊണ്ടായാലും ശരി, 4 ദിവസം കൊണ്ടായാലും 24 മണിക്കൂർ അപ്പോഴേ ഹൈദാവും. ഒരു പെണ്ണുങ്ങൾക്ക് 10 ദിവസം രക്തം പോയി, എല്ലാം ഉണ്ടാവും 2 മണിക്കൂർ. പിന്നെ അങ്ങ് നിന്നു 10 ദിവസം ഉണ്ടായി ശുദ്ധിയായി. ഇവിടെ കുളിച്ച് നിൽക്കാറൊക്കെ തുടങ്ങി. നാ കുഞ്ഞാമിയേ, നീ 10 ദിവസം നിൽക്കാറോ നിൽക്കരിക്കണം. ഇത് ഹൈളല്ല. ഹൈളാവണമെങ്കിൽ രക്തമുണ്ടായ ദിവസങ്ങളൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ മണിക്കൂറും കൂട്ടി നോക്കിയിട്ട് അഖല്ലുൽ ഹൈദി യൗമും വലൈല ഐ ഖദ്റുഹുമാ. ഒരു രാപ്പകലിൻ്റെ ഖദർ വേണം. ഒരു രാപ്പകൽ 24 മണിക്കൂറാണ് മൊത്തം. അത് തുടർച്ചയായിട്ട് വേണം. ഇന്ന് 2 മണിക്കൂറുണ്ടായി, നാളെ 4 മണിക്കൂറുണ്ടായി, പിന്നെ 5 മണിക്കൂറുണ്ടായി. ആ ഉണ്ടായ ടൈമുകളൊക്കെ കൂട്ടി നോക്കിയാൽ മൊത്തം 24 മണിക്കൂറുണ്ടാകണം. അപ്പോഴേ ഹൈളാവും. അപ്പം ഗർഭിണിക്കങ്ങനെ 24 മണിക്കൂർ രക്തം കണ്ടാൽ ആ രക്തത്തിന് ഹൈദിൻ്റെ ഹുക്കുമാ. പെണ്ണുങ്ങളെ പഠിച്ചോ, ആ രക്തത്തിന് ഹൈദിൻ്റെ ഹുക്കുമാണ്. ഹൈദിൻ്റെ ഹുക്കുമാണ് അവൾ ബാധിക്കേണ്ടത്. പിയാപ്പള വന്ന് കയറും, അവൾക്ക് 3-4 ദിവസം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നു. ആ ഭക്ഷണമൊക്കെ ഉറങ്ങുമ്പോൾ പോയി കിടന്ന് ഓളും ചെന്ന് പിയാപ്പളിയുണ്ട്. എന്നാൽ പിന്നെ അമ്പളൊന്ന് നല്ലോണം മനാരിച്ചാലിപ്പോൾ അതൊന്നും അല്ലല്ലോ കുഞ്ഞാമ്പിയെ. ഗർഭത്തിൽ അതുണ്ടാവുമോ? ഞാനങ്ങനെ വന്നിട്ട് വെറുതെ പടം കണിക്കാൻ മര്യാദയ്ക്ക് മനാരിച്ചിട്ടേക്ക് പോയി കൊന്നാ തന്നേക്കല്ലേ മോളെ. ദുമുൽ ഹാമിലി ഹൈലുൻ. ഗർഭിണിക്ക് കാണുന്ന രക്തം 24 മണിക്കൂറോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അത് ഹൈദ് രക്തമാണ്. അവൾക്ക് ഹൈദിൻ്റെ ഹുക്കുമാണ്. ഹൈദിൻ്റെ സമയത്ത് മുട്ടുപൊക്കണ്ടയുള്ള ഒരു സുഖങ്ങളും ഭർത്താവിന് ചെയ്തുകൂടാ. സംയോഗം ചെയ്യുക എന്ന സംഗതി ഹൈദുകാരത്തിയോടുകൂടെ വലിയ തെറ്റാണ്, കുറ്റമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കൊക്കെ അറിയാമെന്നുള്ള ചിന്തയാണ് ഇന്ന് ചിന്തിക്കുന്നത്. ഇതിപ്പോൾ ഒരു മുടികളെ വന്ന് കുത്തിരിക്കുന്ന ഒരുത്തനാ ഒസാൻ്റെ അടുത്ത്. ഒസാൻ കത്തിയെടുത്ത് നനച്ച് ഇങ്ങനല്ല ഒസാൻ കളിയ. അള്ളാഹുവിൻ്റെ റസൂല് മുടി കളയാൻ വേണ്ടി ഇരുന്നപ്പോൾ ഈ കത്തിയെടുത്ത് ഇടഭാഗത്തെ മുടി ഈ ബില്യമീൻ വലഭാഗം കൊണ്ട് തുടങ്ങടാ, വലഭാഗം കൊണ്ട് തുടങ്ങ്. ഇതിൻ്റെ വലഭാഗം ഇതല്ലേ, ഇത് ഇടഭാഗമല്ലേ? നിങ്ങളും ചിന്തിയൊക്കെ മുടിയൊക്കെ കളയുന്ന കാലത്ത് എങ്ങനെയാണ് മുടി ഇപ്പോൾ ചെന്ത് കുത്തിരുന്നാൽ? ഒരുത്തം കുത്തിരുന്നാ അവൻ്റെ ഇടഭാഗം അവൻ്റെ വലഭാഗം ഇവിടെ നല്ല കളിയ. എന്ത് സംഗതിയും നമ്മൾ ചെയ്യുന്നത് ശറയിന് യോജിക്കുന്ന മട്ടിലാണോ അല്ലേ എന്ന് ശ്രദ്ധിക്കൽ വളരെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളെ അമലിലുണ്ടാകുന്ന അപാകതകളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ക്ലാസ്സുകളും വാതുകളുമൊക്കെ മുൻപുള്ള കാലത്തിനേക്കാൾ കൂടുതൽ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് എന്ന് ഇതിൻ്റെ സംഘാടകർ മനസ്സിലാക്കണം. ഇപ്പോൾ ഒന്ന് പഠിച്ചോ പെണ്ണുങ്ങളെ, ദമുൽ ഹാമിലി ഹൈദുൻ.
ഒരു ഗർഭിണിക്ക് 24 മണിക്കൂറോ അതിൽ കൂടുതലോ രക്തമുണ്ടായാൽ ആ രക്തത്തിന് ഹൈദ് രക്തത്തിൻ്റെ ഹുക്കുമാണ്. ആ സമയത്ത് നമസ്കരിക്കാൻ പാടില്ല. ആ നമസ്കാരം പിന്നീട് ഖളാ വീട്ടേണ്ടതുമില്ല. ഈ അവസരത്തിൽ അവളുമായി ഭർത്താവിന് ബന്ധപ്പെടാൻ പാടില്ല. അത് ഹൈദിൻ്റെ ഹുക്കുമാണത്. നിങ്ങൾ പഠിച്ചാൽ ഇന്ന് വരെ ഗർഭത്തിലായത് ഉണ്ടാവില്ല എന്നല്ലേ? കിതാബിൽ അങ്ങനല്ല പറഞ്ഞു. ഗർഭത്തിൽ രക്തമുണ്ടായാൽ അത് 24 മണിക്കൂറോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ആ രക്തത്തിന് ഹൈദ് രക്തത്തിൻ്റെ ഹുക്കുമാണ്. നഖം മുറിക്കേണ്ടത് എങ്ങനെയാണ്, പല്ല് തേക്കേണ്ടത് എങ്ങനെയാണ്, അതൊക്കെ അല്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഗർഭിണിക്ക് രക്തം കണ്ടാൽ 24 മണിക്കൂറോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അത് ഹൈദ് രക്തത്തിൻ്റെ ഹുക്കുമാണ് അവൾക്ക്. ആ സമയത്ത് നമസ്കരിക്കാൻ പാടില്ല, നോൻപനുഷ്ഠിക്കാൻ പാടില്ല, ഭർത്താവുമായി ബന്ധപ്പെടാൻ പാടില്ല. ഇനി എൻ്റെ മോളെ പ്രസവ രക്തത്തിന് 24 മണിക്കൂർ ഉണ്ടാകണം എന്നൊരു നിബന്ധനയിൽ പ്രസവത്തിൻ്റെ ശേഷം 1 സെക്കൻഡ് 1 മിനിറ്റ് ഉണ്ടായാലും അത് പ്രസവ രക്തം തന്നെയാണ്. ഇത്ര ഉണ്ടാവണമെന്നതിന് ശറയിലൊരു ഹുക്കുമില്ല. ഒരു പെണ്ണുങ്ങൾക്ക് 15 ദിവസം ആണ് ഹൈദിൻ്റെ ഏറ്റവും കൂടുതൽ, അതിലപ്പുറം ഉണ്ടാവില്ല. 14 ദിവസം ഉണ്ടായി എല്ലാം 2 മണിക്കൂർ ഉണ്ടാകും, അപ്പം അത് ഹൈദാണ്. 10 ദിവസം രക്തം ഉണ്ടായി എല്ലാം 2 മണിക്കൂർ, എന്നാൽ അത് ഹൈദല്ല. 20 മണിക്കൂർ പോരാ. രക്തമുണ്ടായ ടൈമുകളൊക്കെ കൂട്ടിയാൽ 24 മണിക്കൂർ ഉണ്ടാകണം. ഇനി മറ്റൊരു മസാല, പ്രസവരക്തം എന്നത് അത് 24 മണിക്കൂർ വേണം എന്നൊരു നിബന്ധന ഇല്ല പെണ്ണുങ്ങളെ. പ്രസവിച്ചിട്ട് ഒരു 5 മിനിറ്റ് രക്തം ഉണ്ടായാലും അത് പ്രസവരക്തം തന്നെയാണ്. സാധാരണ സ്ത്രീകൾക്കൊരു 40 ദിവസത്തോളം രക്തമുണ്ടാവാറുണ്ട്. പ്രസവ രക്തം കവിഞ്ഞാൽ 60 ദിവസം വരെ പ്രസവ രക്തം പെണ്ണുങ്ങളെ ഉണ്ടാകാം. ഇനി പഠിപ്പിക്കുന്ന മസാല എന്താ? ഈ 40 ദിവസമോ 60 ദിവസമോ കാണുന്നത് പ്രസവരക്തം എന്ന് ശറയിൽ അതിന് വിധി വരണമെങ്കിൽ അല്ലാ തഖല്ലല 15 യൗമ, പ്രസവിച്ചിട്ടൊരു 15 ദിവസം ശുദ്ധിയുള്ള ദിവസം ഉണ്ടാകരുത്. മറന്നു പറയാ, പ്രസവിച്ചിട്ടൊരു 15 ദിവസം ശുദ്ധിയുള്ള ദിവസം ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ ശേഷമുള്ളത് പ്രസവരക്തമല്ല. ആ പ്രസവത്തിൽ അവൾക്ക് പ്രസവരക്തം ഇല്ല. ഇതെല്ലാം നാട്ടിൽ സംഭവിക്കില്ല, നമ്മളറിയേറ്റാ. അലിമ പെറ്റു നോക്കുമ്പോൾ ഇതെന്നാ പറയണ്ടേ കുഞ്ഞുമ്മ, പൂച്ച പെറ്റ പോലെ ഉണ്ട്, പറ്റും പൈസ ഒന്നുമില്ല. 5 ദിവസമായി 10 ദിവസമായി 12 ദിവസമായി ഞങ്ങൾ കൂടി ബേജാറ്. വലിയമാർക്ക് തങ്ങന്മാർക്ക് കാണിക്കണം വെളിയല്ല. പെറ്റ ഒരു പ്രസവരക്തം കുറിച്ചുണ്ടാകണ്ടേ. അങ്ങനെ പ്രസവിച്ചിട്ട് 16ാമത്തെ ദിവസം കണ്ട് രക്തം തുടങ്ങി, ഷറായിട്ട് പോവാണ്. അൽഹംദുലില്ലാഹ്, അമ്മായി റെഡിയായി കേട്ടോ. ഞങ്ങൾ പേടിച്ചിരിക്കും. ഈ പ്രസവത്തിലൊക്കെ പ്രസവരക്തം ഇല്ലോളി പടച്ചോനെ പേടിച്ച് പേടി മാറി. ഇന്നലെ മുതൽ ഉണ്ടായി മോളെ അൽഹംദുലില്ലാഹ്. എന്താ അൽഹംദുലില്ലാഹ് എന്ന് മൂപ്പത്തി എന്തൊക്കെ പഠിക്കണ്ടേ. 40 ദിവസം വരെ അതല്ലെങ്കിൽ 60 ദിവസം വരെ പ്രസവരക്തം എന്ന പേരിൽ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഒഴിച്ചുകൂടാത്തൊരു നിബന്ധന ബിശർത്തി അല്ലാ തഖല്ലല 15 യൗമ, പ്രസവിച്ചിട്ട് രക്തമൊന്നുമില്ലാതെ ഒരു 15 ദിവസം കഴിഞ്ഞു പോയാൽ പിന്നെ ഉണ്ടാകുന്നത് വല്ലാഹി സുമ്മ വല്ലാഹി പ്രസവരക്തമല്ല. ഹൈദ് രക്തത്തിൻ്റെ നിബന്ധന ഒത്തെങ്കിൽ ഹൈദാകും, അതൊത്തില്ലെങ്കിൽ ഹൈദ് രക്തവുമല്ല, ഇസ്തിഹാദത്തിൻ്റെ രക്തമാണ്. മറന്നുറേ, പ്രസവിച്ചിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടാണ് രക്തം തുടങ്ങുന്നതെങ്കിൽ ആ പ്രസവത്തിൽ അവൾക്ക് പ്രസവരക്തമില്ല കേട്ടോ. 40 കാത്ത് കൂടണ്ട, വേ കുളിച്ചിട്ട് ഉദാർപ്പിച്ച് നിൽക്കരുത്. 57 ഒരു കൂടുതലായി ഒരു മസാല പറയുന്ന വയത് ഈ സമയത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
നിങ്ങളോട് എനിക്ക് ചെയ്യാനുള്ള ഉപദേശം, ഇസ്ലാമിൻ്റെ കർമ്മപരമായ കാര്യങ്ങൾ വിവരിക്കുന്ന ക്ലാസ്സുകളും വയലുകളുമൊക്കെ ഇനിയത്തെ കാലത്ത് വളരെ ആവശ്യമാണ്. ഇതിൻ്റെ സംഘാടകരോട് ഞാൻ പറയുന്നത്, നിക്കാഹിൻ്റെ ബാബ്, ത്വലാഖിൻ്റെ ബാബ്, ഇസ്ലാമിൻ്റെ അനന്തര മസലകൾ, ഇതൊക്കെ ഇനിയത്തെ കാലത്ത് അതിൽ ഉൾക്കൊള്ളിക്കണം. ഒരു മുസ്ലിമിന് ചെയ്യാൻ പാടുള്ളത് എന്താണ്, പാടില്ലാത്തത് എന്താണ്, ഇതൊക്കെ ഇനിയത്തെ കാലത്തിൽ അതിൽ ഉൾക്കൊള്ളിക്കണം. ഒരു മുസ്ലിമായ ജലീൽ എന്ന് പറയുന്ന ഒരു മന്ത്രി ഇപ്പടുത്ത് ശബരിമലയിൽ പോയി. മറ്റു ചില അമ്പലങ്ങളിലൊക്കെ പോയതിന് ശബരിമലയിലെത്തി. എന്നിട്ട് ഓൻ്റെ പ്രസംഗം പൊതുവെ പത്രത്തിൽ വരികയാണ്. ഇവിടുന്ന് കിട്ടിയ പോലത്തെ ഒരു നല്ലൊരു അന്തരീക്ഷം മറ്റൊരു സ്ഥലത്തും കിട്ടിയിട്ടില്ല. ശബരിമല ക്ഷേത്രത്തിൽ പോകൽ ഒരു സഹോദര സമുദായങ്ങൾക്ക് മാത്രമുള്ള ഒന്നുമല്ല, എല്ലാവർക്കും അവിടെ പോകാൻ വരാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവർക്കും അവിടെ പോകാൻ വരാം. കുറേ അമ്പലത്തിൽ പോയ ശേഷമാണ് ശബരിമല അവരെത്തുന്നത്. ഈ പറയുന്നത് ഒന്നും ഒരു വർഗീയത്വമല്ല. അങ്ങനെ ആരും അതിന് വ്യാഖ്യാനിക്കണം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. വീണ്ടും പറയുന്നു, വലാ നഅ്ബുദു മാ അഅ്ബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഖുൽ, മുഹമ്മദ് നബിയെ തങ്ങൾ ലോകത്തോട് പരസ്യമായിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. മുഅ്മിനീങ്ങളല്ലാത്തവരെ, നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്ക് ഞാൻ ആരാധിക്കൂല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഞാൻ ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിനെ നിങ്ങളും ഇബാദത്ത് ചെയ്യുന്നില്ലല്ലോ. വീണ്ടും വന്ന് ആവർത്തിക്കുന്നു, വലാ നഅ്ബുദു മാ അഅ്ബദ്തും. നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങൾക്ക് ഞാൻ ആരാധിക്കുക തന്നെയില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഞാൻ ആരാധിക്കുന്ന ഏക ഇലാഹിന് നിങ്ങളും ഇബാദത്ത് ചെയ്യുന്നില്ലല്ലോ. അതിനൊരു കാര്യം വളരെ തീർച്ചയാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്കെൻ്റെ മതം. നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്കെൻ്റെ മതം. ഇന്ത്യ രാജ്യത്തെല്ലാ മതക്കാർക്കും ജീവിക്കാം. ഇന്ത്യൻ്റെ ഭരണഘടനയുള്ളതാണ് മതേതര രാഷ്ട്രം. മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമായി ജീവിക്കാം, അമുസ്ലിമീങ്ങൾക്ക് മുസ്ലിമായി ജീവിക്കാം, മുസ്ലിമീങ്ങൾക്ക് പള്ളിയിൽ പോകാം, മറ്റുള്ളവർക്ക് ക്ഷേത്രങ്ങൾ, ഒരു പ്രശ്നവുമില്ലല്ലോ. പണ്ട് കാലം ഇന്ന് വരെ നടന്നു വന്നതല്ലേ. പണ്ട് കാലം മുതൽ ഇന്ന് വരുന്ന അത് പറയുന്നതിന് എന്താണ് പ്രശ്നം? വല്ല പ്രശ്നമുണ്ടോ? നമ്മളെ പള്ളിയിൽ ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരു വെള്ളിയാഴ്ച പള്ളിക്ക് വന്നാൽ നമുക്കാർക്കും ഒരു നിഷേധമില്ലല്ലോ. കുഞ്ഞിരാമൻ വന്നില്ലല്ലോ, ചാത്തു ഒരു ഇല്ല. അതുപോലെ അവരെ അമ്പലങ്ങളിൽ ചില സന്ദർഭങ്ങളിലൊക്കെ അവരെത്തുന്ന ആരാധനക്ക് ഒരു മുസ്ലിമായ മുഹമ്മദോ ഫാത്തിമയോ പോയില്ലെങ്കിൽ ആ നല്ലവർക്ക് ഒരഭിപ്രായത്തെറ്റും മുസ്ലിമീങ്ങളെ പറ്റിയില്ലല്ലോ, ഇന്ന് വരെ ഇല്ലല്ലോ. ഉണ്ടോ? പിന്നെ എന്തിനാണ് സഹോദര നീ ക്ഷേത്രത്തിൽ പോയിട്ട് അവരെ പ്രയാസപ്പെടുത്തുന്നു? അവർ നമ്മൾ പള്ളിയിൽ വരുന്നുണ്ടോ? ഈ ജലീൽ എന്ന ചങ്ങായി അമ്പലത്തിലൊക്കെ പോയിട്ട്, അമ്പലം അമുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതല്ല, അവിടെ എല്ലാവർക്കും പോകാം. ഇതെന്തൊരു മുസീബത്തിൻ്റെ ഉടമയാണിത്. ഇങ്ങനെ പരസ്യമായി പ്രഖ്യാപിക്കുകയും കൂടി ചെയ്താൽ ആർക്കാണതിൻ്റെ ദോഷം? ആർക്കാണതിൻ്റെ ദോഷം? നിസ്കാരത്തിൻ്റെ ബാബ്, നോൻപിൻ്റെ ബാബ്, സക്കാത്തിൻ്റെ ബാബ്, ഹജ്ജിന്, ഇങ്ങനെ ഫിഖ്ഹിൻ്റെ കിതാബിൽ ഓരോരോ വിഷയം ബാബായിട്ട് സംസാരിക്കുന്നത് പോലെ എല്ലാ കിതാബിലും കാണാം. ബാബു റിദ്ദത്തി. ഒരു മുസ്ലിമായ മനുഷ്യൻ എന്തുകൊണ്ടൊക്കെ കാഫിറായി പോകും. ഒരു മുസ്ലിമായ സ്ത്രീയും പുരുഷനും എന്ത് സംഗതികളെ കൊണ്ടൊക്കെ കാഫിറായി പോകും. അയ്യൊരു വിഷയം പറയാത്ത ഫിഖ്ഹിൻ്റെ പ്രധാനപ്പെട്ട ഒരു കിതാബുമില്ല. ഫത്വൽ മുതൽ തുഹിഫത്തുൽ മുഹിത്താജ് വരെ നോക്കിയാൽ റിദ്ദത്തിൻ്റെ ബാബ്. എന്തുകൊണ്ടൊക്കെ മുസ്ലിമല്ലാതായി പോകും, എന്തുകൊണ്ടൊക്കെ ഒരു മുസ്ലിം മുർത്തദ്ദായി പോകും. ഈ വിവരങ്ങളൊക്കെ എൻ്റെ ബഹുമാനപ്പെട്ട ഉസ്താദ് കണറണ്ടി അബ്ദുൽ മുസ്ലിയാർ നബറുല്ലാഹു സദാ തൻ്റെ വയതിൽ കുറേ ദിവസം അത് ഉൾക്കൊള്ളിക്കുമായിരുന്നു. ഇന്നാരാണ് മുർത്തദ്ദായി പോകുന്ന കാര്യം പറയുന്നു. ഫത്വൽ നോക്കിയാൽ കാണാം, അൽ മഷിയു ഇലൽ ഖനായിസി ബിസിയിഹിൻ.
ഒരു മുസ്ലിമായ മനുഷ്യൻ അമ്പലത്തിലേക്ക് പോവുക. എങ്ങനെ പോവുക? സഹോദര സമുദായങ്ങൾ പോകുമ്പോൾ അവരെ യൂണിഫോം എന്താണ്, അവരെ മുദ്രാവാക്യം എന്താണ്, ആ യൂണിഫോമോടുകൂടി അമ്പലത്തിൽ കയറി അന്നേരം ഒരു മുസ്ലിം അല്ലാതായിപ്പോൾ. ومن يرتد منكم عن دينه فيمت وهو كافر فأولئك حبطت أعمالهم في الدنيا والآخرة. ഇത് പരിശുദ്ധ ഖുർആനാണ്. ലോകത്തുള്ള മുസ്ലിമായി ജീവിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു തടി പെണ്ണാവട്ടെ ആണാവട്ടെ മുർത്തദ്ദായിപ്പോയി, ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന കാര്യം മുർത്തദ്ദായിപ്പോയി, ഫയമത്ത് ഹുവ കാഫിർ, രണ്ടാമത് ഇസ്ലാമിലേക്ക് ഷഹാദത്തിൽ മടങ്ങി വരാതെ അന്നലക്ക് തന്നെ മരിച്ചു പോയാൽ ഹബിത്തത്ത് അമാലും, അവൻ്റെ സർവ്വ അമലുകളും പൊളി. 90-ാമത്തെ വയസ്സിലാണ് മുർത്തദ്ദായി. ഈ 90 കൊല്ലം ഒറ്റ നിസ്കാരം കലാക്കിയിട്ടില്ല, ഒരൊറ്റ നോമ്പ് നോക്കിയിട്ടില്ല. അത്രയും നന്നായി ജീവിച്ച വ്യക്തിയാണ് 90 കൊല്ലം. പക്ഷേ മുർത്തദ്ദായി പോകുന്ന ഒരു കാര്യം ചെയ്തിട്ട് അങ്ങനെ അങ്ങ് മരിച്ചാൽ ഈ 90 കൊല്ലം ചെയ്ത ഇബാദത്തിന് ഒരു സുബ്ഹാനല്ലാഹിന്റെ കൂലി വരാതെ തരുമല്ലോ കേട്ടോ. ഹബിത്തത്ത് അമാലും, സർവ്വ അമലുകളും പൊളിഞ്ഞു പോകും. ഇത്രയും ഗൗരവമായ സംഗതിയാണ് മുർത്തദ്ദായി പോകുന്ന കാര്യങ്ങൾ. അതൊക്കെ സംസാരിപ്പിച്ചിട്ട് പൊതുജനങ്ങളാൻ നമ്മളെ ബോധവാന്മാരാക്കുക എന്നത് ഈ കാലത്ത് പ്രസംഗിക്കുന്ന ഉലമാ സമൂഹത്തിൻ്റെ ഒരു വലിയൊരു ബാധ്യതയാണ്. നിങ്ങൾക്ക് തോന്നുന്നില്ല? അത് നിങ്ങൾക്ക് തോന്നുന്നില്ല? അമ്പലത്തിൽ പോയിട്ടൊരു ജലീലാകുന്ന മന്ത്രി അപരൻ അമ്പലത്തിൽ പോക മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതൊന്നുമല്ല, അവിടെ എല്ലാവർക്കും പോകാം. എനിക്ക് ശബരിമല പോയപ്പോൾ കിട്ടിയ ഒരു മാനസികമായ അന്തരീക്ഷം മറ്റൊരു സ്ഥലത്തും കിട്ടിയിട്ടില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുകൊണ്ട് അതൊക്കെ ഉൾക്കൊള്ളുന്ന വാദുകളൊക്കെ ഇനിയത്തെ കാലം സംഘടിപ്പിക്കണം. യൂസീകുമുല്ലാഹു ഫീ ഔലാദികും ലിസ്സകരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. ഇത് പരിശുദ്ധ ഖുർആനാണ്. ലോകത്തുള്ള ജനങ്ങളെ അല്ലാഹ് നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു. ആ വാക്കിൻ്റെ മാധുര്യം എത്ര ശക്തിയാണ്! അല്ലാഹ് നിങ്ങളോട് പറയുന്നത് യൂസീക്കും, അല്ലാഹ് നിങ്ങളോട് വസിയ്യത്തായിട്ട് പറയുന്നു. ഫീ ഔലാദിക്കും, നിങ്ങൾപ്പെട്ട ഒരാൾ മരിച്ചതാണാവട്ടെ പെണ്ണാവട്ടെ മരിച്ചാൽ മക്കൾക്കെങ്ങനെയാണ് ശറയിൽ അവകാശം കൊടുക്കേണ്ടത്? ലിസ്സകരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. ഒരു ആണിന് 2 പെണ്ണിന് എത്ര കിട്ടുന്നോ അത്ര ഒരാണിന് കിട്ടണം. അങ്ങനെ അവകാശം വായിക്കുക. ഒരാൾ മരിച്ചു, 2 പെണ്ണുമുണ്ട് ഒരാണുമുണ്ട്. ഒരു ഉപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചതാണ്. 4 ലക്ഷം റുപ്യ സ്വത്തുണ്ട്. അങ്ങനെ 1 ലക്ഷം ഒരു മകൾക്ക്, 1 ലക്ഷം മറ്റേ മകൾക്ക്, 2 ലക്ഷം മകന്. ഇപ്പോൾ മകൻ എത്ര കിട്ടി? 2 പെണ്ണിനും കൂടി എത്ര കിട്ടിയോ അത്ര ഒരാണിന് കിട്ടണം. അത് ഉമ്മ മരിച്ചാലും ശരി ഉപ്പ മരിച്ചാലും ശരി. പെണ്ണെ കിട്ടുന്ന നാടൻ മസാല. ഉപ്പാൻ്റെ സ്വത്ത് ഇരട്ടിയും പകുതിയും ഉമ്മാൻ്റെ സമസമല്ലേ കദീശ, സമസമല്ലേ? 4 പവൻ്റെ 4 വളയുണ്ട് ഉമ്മാൻ്റെ കൈക്ക്. 2 മോളും ഉണ്ട്, ഒരു മോനും ഉണ്ട്. എന്നാൽ ഈ വളങ്ങനെ അവകാശം 1 വള ഒരു മകൾക്ക്, 1 വള മറ്റേ മകൾക്ക്, 2 വള മോനിക്കും. കൊക്കപ്പിടുത്ത മസാല വന്ന ആളിന് വേദമൊക്കെ വരുമല്ലേ ഉസ്താദേ, ഇനി വരണ്ട മോളെ നമുക്കെന്താ? ഇത് അള്ളാൻ്റെ ഖുർആനാ. ലിസ്സകരി മിസ്ലു, അത് ഉമ്മാൻ്റെ സ്വത്തായാലും ശരി ഉപ്പാൻ്റെ സ്വത്തായാലും ശരി. ആണിൻ്റെ അത്ര പെണ്ണിനും ആണിൻ്റെ പകുതി. എന്താ അപ്പം എൻ്റെ ന്യായം? ഒരാൾക്ക് 1 മകനും 1 മകളും, രണ്ടാളും വലുതായി. മോൻ പെണ്ണ് കെട്ടി മോളെ വായിച്ചു. ഒരു മകന് 1 മകളെ ഒരാൾക്ക്. ഒരാൾക്കൊരു മോള് മാത്രമാണ്, ഒരാൾക്കൊരു മോനും 1 മോളും. മോനും 1 മകളുമുള്ള ഈ മകളെ ഒരു ഭർത്താവിന് കല്യാണം ചെയ്ത് കൊടുത്താൽ ആ ഭർത്താവ് ഏറ്റെടുത്തു.
ഈ മകളുടെ സർവ്വ ചെലവുകളും ഏറ്റെടുത്തു ഭർത്താവ്. വേറെ ഏതോ ഒരു ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മോളാണേ എൻ്റെ മോൻ്റെയോള്. ഈ മോൻ്റെയോളെ എല്ലാ ചെലവും ഭർത്താവ് ഏറ്റെടുത്തു. ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, പാർപ്പിട സൗകര്യം കൊടുക്കണം, തണുപ്പിന് മേത്തിരുന്ന പുതപ്പ് വേണം, കുളിരിന് മേത്തിരുന്ന പുതപ്പ് വേണം. ഇതെല്ലാം ഓളെ ഭർത്താവൊക്കെ കൊടുക്കണം. എത്രത്തോളം ഭാര്യയും ഭർത്താവും സംയോഗം ചെയ്തു. മായ ഇല്ലാത്തതുകൊണ്ട് വെള്ളമെല്ലാം പറ്റിയെന്ന്. കെട്ടിലും വെള്ളമില്ല, പുയലും വെള്ളമില്ല. വെള്ളം പൈസയും കൊടുത്ത് കൊള്ളണം. എന്നാൽ ഈ സംയോഗം ചെയ്ത ഇവനില്ലേ മോൻ, ഇനി 2 ബക്കറ്റ് വെള്ളം കൊള്ളണം. ഒന്ന് എനിക്ക് കുളിക്കുവേ, ഒന്നിൻ്റെ പെണ്ണുങ്ങൾക്ക് കുളിക്കുവേ. ഓക്കെ ഓളിയോട് പോയിട്ട് കുടിച്ചോ കുളിച്ചോടെ പോയില്ലേ. ഓക്കെ മനസ്സില്ല കുളിക്കുക. ഓക്കെ കുളി ഉണ്ടാക്കി ഇഞ്ഞാ. അപ്പം എനിക്ക് കുളിക്കുവാനുള്ള വെള്ളം ഇഞ്ഞി കൊള്ളണം, ഓക്ക് കുളിക്കുവാനുള്ള വെള്ളം ഇഞ്ഞി കൊള്ളണം. ഈ മകള് വേറെ ഏതോ ഒരുത്തൻ്റെ മോളാ ഇഞ്ഞി കെട്ടിയതാ. ഒരുപ്പാക്കൊരു മോനുണ്ട്, ഒരു മോളുമുണ്ട്. മോനിക്ക് ഭാവിയിൽ വരുന്ന ചിലവ് 2 ചിലവാ. ഓൻ്റെ ചിലവും ഓൻ്റെ ഭാര്യൻ്റെ ചിലവും. മോക്കോ മോളെ വായിച്ച് വിവാഹപ്രായമെത്തി ഭർത്താവുമായിട്ട് ബന്ധപ്പെടുന്നൊരു രീതിയിൽ ഈ മോൾ എത്തിക്കഴിഞ്ഞാൽ മോളെ സർവ്വ ചെലവുകളും ഭർത്താവ് ഏറ്റെടുത്തു. മോൻ വിവാഹപ്രായമെത്തി ഒരു പെണ്ണ് കെട്ടിയാൽ ആ പെണ്ണിൻ്റെ സർവ്വ ചെലവുകളും ഭർത്താവ് ഏറ്റെടുത്തോളണം. അപ്പം ആണിന് 2 ചിലവാ. പെണ്ണിനോ ഓളെ വായിച്ചാൽ ഓളെല്ലാ ചിലവും മാപ്പിള ഏറ്റെടുത്ത്. ഓക്ക് 100 തെങ്ങുണ്ട്, നല്ല തേങ്ങ ഉള്ളതാ. 100 തെങ്ങിൻ്റെ തേങ്ങയും മാസാന്തം 2 മാസം പറിച്ചിട്ട് അട്ടത്തിടും. അത് നല്ല ബോഡിയായി ഉരിച്ച് വിറ്റ് 57 ഉറുപ്പ്യക്കുണ്ട് ബോഡേൻ്റെ പൈസ. 57 പീസ് ഇഞ്ഞവിടെ കൊണ്ടാച്ച. ഇനി സ്വന്തം എന്തെങ്കിലും പൊന്നും പിന്നിലുണ്ടായിരിക്കും. മാപ്പിളനെ കൊടുക്കണ്ടേ? അതിൻ്റെതാ. ഇൻ്റെ എല്ലാ ചെലവുകളും ഭർത്താവ് ഏറ്റെടുത്തു. ഒരു മോനും ഒരു മോളും, ഒരു ഉമ്മാക്കുപ്പാക്കും. മോൻ പ്രായമെത്തി വിവാഹം ചെയ്താൽ ഓനിക്ക് 2 ചിലവാ. ഓൻ്റെ ചിലപ്പോൾ ഓൻ്റെ പെണ്ണുങ്ങളെ വളർത്തുന്നു. മോക്കോ മോളെ വിവാഹം ചെയ്ത് ഭർത്താവിന് കൊടുത്താൽ ആ ഭർത്താവ് ഏറ്റെടുക്കണം ഓളെ എല്ലാ ചിലവും. ജനാപത്ത് കുളീൻ്റെ വെള്ളം വരവും കൊടുത്തോളം, പൈസയും കൊടുത്ത് കൊണ്ടിട്ട് കൊടിച്ചു കൊടുക്കണം. ഓക്ക് 2-3 സ്ഥലവും ഒരുപാട് തേങ്ങൽ അതെല്ലാം വിറ്റ് പൈസകൾ കൊണ്ടാച്ചോട്ടെ. ജനാപത്ത് കുളിക്കാൻ വെള്ളം വേണോ? അവൻ്റെ സംഗതി കൊണ്ട് ഉജൂബായ കുളിയാണെങ്കിൽ ആ കുളീൻ്റെ വെള്ളം വരെ ഭർത്താവ് ഏറ്റെടുത്തോളം. ഇസ്ലാമിൻ്റെ നിയമമാണ് ഈ പറയും. മറ്റുള്ള മതക്കാർക്കത് ബാധകമല്ല. മുസ്ലിമീങ്ങൾ ഇസ്ലാമിൻ്റെ നിയമമാണ് ഈ പറയുന്നത്. മറ്റുള്ളവരിൽ കൈയിടേണ്ട. ഏത് ദേവൻ പറഞ്ഞാലും ഏത് ദേവി പറഞ്ഞാലും ഒരു പിതാവിൻ്റെ സ്വത്ത് ആണിനും പെണ്ണിനും ഒരുപോലെ എന്നതല്ലാതെ മറ്റൊരു സംഗതി ഏത് ദേവൻ പറഞ്ഞാലും ദേവി പറഞ്ഞാലും ഞാൻ സ്വീകരിക്കൂല എന്ന് ഒരു മന്ത്രി മുമ്പ് പറഞ്ഞിരുന്നു. ഇതിൻ്റെ പേരും നമ്മൾ പറയണ്ട. അതുകൊണ്ട് ഓരോരോ മതക്കാർ അവരെ മതപ്രകാരം നീങ്ങിക്കൊള്ളുക. ഇസ്ലാമിൽ നിയമം എന്താണോ അമ്മതപ്രകാരം മുസ്ലിമീങ്ങൾ നീങ്ങണം. മറ്റുള്ളവർ അവരെ മതപ്രകാരം നീങ്ങട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിലാരും കൈകടത്തണ്ട. അതിലൊക്കെ കൈകടത്തുന്ന കാലമാണിത്. ഏത് ദേവൻ പറഞ്ഞാലും ഏത് ദേവി പറഞ്ഞാലും ഒരമ്മൻ്റെ അച്ഛൻ്റെ സ്വത്ത് ആണിനും പെണ്ണും ഒരുപോലെയല്ലാതെ പെണ്ണിൻ്റെ ഇരട്ടി ആണിന് അത് മുസല്ലമല്ല എന്നൊക്കെ പത്രത്തിൽ എഴുതി വരാൻ തുടങ്ങിയാൽ അത് തന്നെയാ ശരി എന്ന് പറയുന്ന മുസ്ലിമീങ്ങളുണ്ടാകൂലേ, എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരുണ്ടാകൂലേ, യുവാക്കളുണ്ടാകൂലേ? ഇത് പരിശുദ്ധ ഖുർആൻ യൂസീകുമുല്ലാഹ്, ലോകത്തിലുള്ള ജനങ്ങളെ നിങ്ങളോട് അല്ലാഹ് ചെയ്യുന്നൊരു വസിയ്യത്ത്. നിങ്ങൾ ഒരാൾ മരിച്ചാൽ മരിച്ചത് ഉമ്മയാവട്ടെ ഉപ്പയാവട്ടെ മക്കൾക്ക് എങ്ങനെ അവകാശം കൊടുക്കണം. ലിസ്സക്കരി മിസ്ൽ ഹദ്ദിൽ ഉൻസയൈൻ, 2 പെണ്ണിന് മൊത്തം എത്ര കിട്ടുന്നോ അത്ര ഒരാണിന് കിട്ടണം. പൈസ എടുത്തില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ആ കവറിൽ എന്തെങ്കിലും പൈസ ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ അഭിപ്രായത്തെറ്റ് വരുന്നൊരു കാലമാണ്. അതുകൊണ്ട് ഒരു കൊല്ലത്തിൽ ഒരു മഹല്ലത്തിൽ ഈ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ക്ലാസ്സുകൾ വെക്കണം.
നിക്കാഹിൻ്റെ ബാബ്, തലാഖിൻ്റെ ബാബ്, ഫസുഖിൻ്റെ ബാബ്, ഇതൊക്കെ പഠിക്കേണ്ടതാ. മിനിയാന്ന് എൻ്റെ പുരയിൽ 2 ആൾ വന്നു. എന്താ പ്രശ്നം? ഓൻ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു ഓളോട്, എനിക്കെന്നെ മാണ്ട ചേർത്ത എന്നെ തലാക്ക് 3 ചരത്തിലേക്ക് പോകാം. കരുതിക്കുട്ടൊന്നും പറഞ്ഞാലോ, ഞാൻ പറഞ്ഞു ഏതാ നമ്മൾ ഇനി പറഞ്ഞോ ഇല്ലെന്നാ പ്രശ്നം. സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹദിലുഹുന്ന ജിദ്ദുൻ. പഠിച്ചോളെ, ഇസ്ലാമിൽ 3 സംഗതിയുണ്ട്. ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹദിലുഹുന്ന ജിദ്ദുൻ. അത് കാര്യത്തിൽ പറഞ്ഞാലും കാര്യം, തമാശ പറഞ്ഞാലും കാര്യം. ഇത് നാവുകൊണ്ട് പറഞ്ഞോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അതെങ്ങനെ പറഞ്ഞാലും റെഡിയാ. ഏതാ ഉസ്താദേ ആ 3? അത്തലാഖു വന്നിക്കാഹു വന്നദർ. 1 ത്വലാഖ്. ഇത് ഭർത്താവിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞോ ഇല്ല എന്നുള്ള പ്രശ്നം. പറഞ്ഞാൽ റെഡിയാ, തലാഖ് അങ്ങ് പോകും. വളരെ മുന്നിലൊരു പെണ്ണിനെ എനിക്ക് പ്രേമം, വടക്കത്തൊന്നും കളിച്ചിട്ടില്ല. അവസാനം പങ്കിട്ട് വന്നു നോക്കുമ്പോൾ ഓളുമ്മയും ഉപ്പയും തീർച്ചപ്പെടുത്തുന്നു, ഇവളമ്മലെ ജമാൽ എന്നെ വായിക്കണം, അല്ലാഞ്ഞാൽ ഓള് മറ്റൊരു മാപ്പിളക്ക് ബാവൂല. ജമാലിൻ്റെ ബന്ധപ്പെട്ട് പോലും മനസ്സിലാക്കി അച്ചരിയോൾ തന്നെ കെട്ടിക്കോലെ. അത്രയും വലിയ ബന്ധത്തില്ല, സ്നേഹത്തിലല്ലേ. വടക്കത്തിലൊന്നും നടന്നില്ല. അങ്ങനെ കാനത്ത് കഴിഞ്ഞ് ബിരിയാണി എല്ലാം അടിച്ച് വീട്ടിൽ പോയി മഹറുമെല്ലാം കൊടുത്ത് പെണ്ണെ തൂട്ടി പെണ്ണുങ്ങളൊക്കെ കണ്ട് ഒക്കെ മാലയെല്ലാം ഇട്ടുകൊടുത്ത് അപ്പണെ കൂട്ടുന്ന പെണ്ണുങ്ങൾ കയറി പുതിയാപ്പിള ഇങ്ങോട്ട് ഇറങ്ങി. കുറച്ച് കഴിയുമ്പം പെണ്ണുങ്ങൾ ഇവളെയും കൂട്ടി പുരയിലെത്തി, ഭർത്താവിൻ്റെ സ്വന്തം പുരയിൽ. അങ്ങനെ ബൈറ്റായിട്ടൊന്നും ആൾ പോകുന്നില്ല. ഈ പഹം പറഞ്ഞ് പോയിക്കിட்ட ഒരുത്തെ കിടക്കാനല്ല ആ ചിന്തയിലാ. അവസാനം പറയേണ്ടി വന്നു, ഇതെന്താ ഇങ്ങനെ നിങ്ങൾ ഭർത്താവ് ഞാൻ സ്വബിയാക്കുന്ന, നിങ്ങൾ പോയി നമുക്ക് നാളെ കാണാം. ആളെല്ലാം പോയി ഉറങ്ങും മുടക്കുന്ന മുണ്ടുപ്പാലെടുത്ത് പുയ്യാപ്പിള അറയിൽ കിടന്ന്. ഇവളിങ്ങ് എത്തുന്നില്ല. ഓക്കെ എത്തണ്ടേ, തിന്നണോ കുടിക്കണോ, പിന്നെ ആണുങ്ങൾ പല വേമോ അങ്ങനെ പറഞ്ഞു വിടാറ്. ഓളെ അപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓളും വന്ന് ഈ കിടക്കേ കിടന്നു. ആ പരിപാടി നടത്തുന്നതിന് മുമ്പ് ഓളെ ചുംബിച്ചു വിടാം. നമുക്ക് ബായ് എൻ്റെ ബായ് മണക്കുന്ന മലയാളക്കിൻ്റെ മാട ഞാൻ എന്നെ തലാക്കില്ല. തമാശ പറഞ്ഞതാ. വല്ലാഹി തലാക്ക് പോയി കേട്ടോ, വല്ലാഹി തലാക്ക് പോയി. 3 ആണെങ്കിൽ 3, 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2. ഒതിയലക്കൽ 1 പോവും, 2 2 3 പോകും. എനിക്കിന്നെ മാണ്ടവളെ ഞാൻ എന്നെ 3 തലാക്കും ചൊല്ലി. എന്നാ മോനെ, നിൻ്റെ മരണം വരെ അവൾക്ക് നിന്നെ ഭാര്യയായും ഭർത്താവായും നിങ്ങൾക്ക് ജീവിച്ചുകൂടാ. 3 തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ഫലാ തഹില്ലു ലഹു. 3 തലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണ് ഈ തലാക്ക് ചൊല്ലിയ ഭർത്താവിന് ഒരു നിലക്കും ഹലാലാകൂല. ഹത്താ തൻകിഹ സൗജൻ ഗൈറഹ്. ഈ ത്വലാഖിൻ്റെ ഇദ്ദ കഴിഞ്ഞതിൻ്റെ ശേഷം ഇവളെ മറ്റൊരു ഭർത്താവ് നിക്കാഹ് ചെയ്യണം. ആ 2ാമത്തെ ഭർത്താവും ഇവളുമായി സംയോഗം നടക്കണം. എന്നിട്ട് 2ാമത്തെ ഭർത്താവ് തലാഖ് ചൊല്ലണം. ആ തലാഖിൻ്റെ ഇദ്ദ കഴിയണം. ഇതൊക്കെ കഴിഞ്ഞാൽ അവന് നിക്കാഹെന്ന് മാറ്റാം. അല്ലാതെ 3 തലാഖ് ചൊല്ലിയ പെണ്ണ് മോനെ നിനക്കൊരു നിലക്കും ഹലാലാകൂല. അതൊരു തമാശ പറഞ്ഞേതാ. എന്നാലും കുടിച്ചിട്ട് കുടിപ്പുറം പറഞ്ഞാലും ഇവിടെ മാപ്പിള നല്ലോണം കുടിക്കും. ജനങ്ങൾക്കൊന്നും വിഷമം, ഓക്കെ ഭയങ്കര വിഷമാണ്, നാറിയിട്ട് പകലത് കിടക്കുവാനാവില്ല. ആ അങ്ങനെ ദേഷ്യാനക്കിൻ്റെ മാട ചെലുത്താനെ ഞാൻ ഇന്ന തലാക്ക് 3 ചൊല്ലിപ്പോ കുടിപ്പുറം പറഞ്ഞതാ. വല്ലാഹി തലാക്ക് പോകും കേട്ടോ. ഭ്രാന്തൻ്റെ ഹുക്മ് കള്ള് കുടിച്ച് മസ്ത് ചോനിക്കില്ല. കള്ള് കുടിച്ച് മസ്ത് പിടിച്ചിട്ട് ആ മസ്തിൻ്റെ ലെവൽ തെറ്റി എനക്കിൻ്റെ മാട വലാലെ ഞാൻ ഇന്ന 3 തലാക്കും ചൊല്ലി, തലാക്ക് 3 അങ്ങ് പോകും. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതല്ലേ മക്കളെ? ആ അതൊരു തമാശ പറഞ്ഞതാ. വൈകാറ് തമാശ പറഞ്ഞാലും തലാക്കും, കാര്യത്തിൽ പറഞ്ഞാലും പോവും, പേടിപ്പിക്കാൻ പറഞ്ഞാലും പോവും. സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹദിലുഹുന്ന ജിദ്ദുൻ. 3 സംഗതി തമാശ പറഞ്ഞാലും കാര്യം, കാര്യം പറഞ്ഞാലും കാര്യം. അതിൽപ്പെട്ട ഒന്നാണ് തലാഖ്. അതുകൊണ്ട് യുവാക്കളെ, നിങ്ങളെ നാവ് കൊണ്ട് കാര്യത്തിലാവട്ടെ തമാശയിലാവട്ടെ പേടിപ്പിക്കാനാവട്ടെ ഞാൻ നിന്നെ തലാഖ് ചൊല്ലി എന്ന വാക്ക് ഭർത്താവിനോട് പറയല്ലേ. 3-ൽ 1 തലാഖാണ്, മറ്റൊന്ന് നിക്കാഹ്. എൻ്റെ മകൾ ഞാൻ നിനക്ക് നിക്കാഹ് തന്നു,
എന്നൊരു കുഞ്ഞൻ്റെ ഉപ്പ ഒരാളോട് പറഞ്ഞാൽ ഇത് കേൾക്കാൻ രണ്ടാളുണ്ടെങ്കിൽ, അവർ കേട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നിക്കാഹ്. മറന്നുവോ? ഒരു മൊയിലാർ ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ വന്നതാ. ഒരു 2 വയസ്സുള്ള നല്ലൊരു മോളുണ്ട്, ആയാർ. മോളിങ്ങനെ ഉമ്പച്ചികൾ, സാറേ നിങ്ങളെന്താ മോളെ കെട്ടുന്നോ? നല്ല മോളാ നിങ്ങൾ കെട്ടുന്നോ? നിങ്ങളുടെ കുഞ്ഞുള്ളായി ഞാക്കെല്ലാം വായിച്ച് എനിക്കാകെ മദ്രസിന് 350 റുപ്യ, ഇപ്പം 400. പൈസ അല്ല തരുന്നതല്ലേ? ഇതവർ വായിച്ചു തരി. എൻ്റെ മോള് സെബിയ ഞാൻ കയറിത്തെഞ്ഞത് കേട്ടോ. ഇത് കേൾക്കുവാൻ 2 തേങ്ങ ഒരുക്കുന്നൊരു പോക്കറുണ്ട്, ഒരു 50 കൂട്ടും. ഇതുപോലെ കേൾക്കുകയും ചെയ്തു. ഞാൻ സ്വീകരിച്ചീന്ന് മൊയിലാറ് പറയുകയും ചെയ്തു. എന്നാൽ മൊയിലാറ് പെണ്ണുങ്ങളാതെ വെറും തമാശയെ പറഞ്ഞതാ. മൊയിലാറ് പറഞ്ഞ തമാശയിലാ നിക്കായിപ്പോയി. മൊയിലാറ് ശമ്പളം പോരാറുന്ന ഹർജി കൊടുത്ത് കമ്മിറ്റി ഹർജി സ്വീകരിച്ചില്ല. മൊയിലാർ രാജിവെച്ച് പോയി. 12 കൊല്ലം കഴിഞ്ഞപ്പോൾ മുമ്പേ ആ മതത്തിൽ പഠിപ്പിച്ച സാറല്ലേ, അതൊക്കെ ഭക്ഷണം കഴിച്ച പുറക്കാർ ഓരൊന്ന് കാണട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോട് വന്നതാ. ഓറ് വന്നപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ച പോരാലും ഭയങ്കര പന്തലും, എൻ്റെ കുഞ്ഞുമ്പോ പാട്ടും സ്പീക്കറും ജോലി തന്നെ. അല്ല അച്ഛൻ ആടെന്താ ആടത്തെ ചെറിയോളം വായിക്കുന്നല്ലേ മുമ്മജിൻ്റെ മൺ. ഞാൻ പണ്ട് ആടെ കഞ്ഞി കുടിക്കുവാൻ ചെന്നേറെ എനിക്ക് വായിച്ചാൽ നിൽക്കുക. പിന്നെ 2 മാപ്പിൾക്ക് വായിക്കലേ എല്ലാം കൂടി പ്രശ്നമാക്കി ചിലക്കാട്ട് പോയി മൊയിലാർ. അതൊരു തമാശ പറഞ്ഞല്ലേ, അതിൽ തമാശയില്ല. ഇത് മൊയിലാറ് പെണ്ണുങ്ങളാ, വല്ലാഹി മൊയിലാറ് പെണ്ണുങ്ങളാ. 3 സംഗതി കാര്യം പറഞ്ഞാലും കാര്യം, തമാശ പറഞ്ഞാലും കാര്യം, പേടിപ്പിക്കുക പറഞ്ഞാലും കാര്യം. ഏതാ 3? ഒന്ന് ത്വലാഖ്, ഒന്ന് നിക്കാഹ്, ഒന്ന് നദിർ. എൻ്റെ അടുത്ത് കോഴിക്കോട്ട് വരുവാ, ഞാൻ പോയിരുന്നില്ലേ, എനിക്ക് അഭ്യാസമായിട്ട് ഒറ്റക്ക് പോവേ. എന്നാൽ എന്താ തരുക? എനിക്ക് 2 പൊറാട്ടി, 1 കഷ്ണം ആട്ടിറച്ചി, നല്ലൊരു ചായമായി തരുമെന്ന് പറഞ്ഞ് തെറ്റും. നേർച്ചയാക്കി എന്ന് പറ. എന്നാൽ ഞാൻ നേർച്ചയാക്കി. എനിക്ക് 2 പൊറാട്ടി, 1 കഷ്ണം ആട്ടിറച്ചിയും 2 ചായമായി നേർച്ചയാക്കി. വെറുതെ ഭാഷ പറഞ്ഞാട്ടോ. അങ്ങനെ കോഴിക്കോട്ടെ എൻ്റെ അടുത്ത് അടങ്ങി വന്നു. നമ്മൾ പോവാ ബസ്സിന് അയ്യാട്ടല്ല, അയ്യോട്ടിൽ കയറുക. അതെന്തേനു 2 പൊറാട്ടി, 1 കഷ്ണം ആട്ടിറച്ചി, 1 ചായമായി നിങ്ങൾ നേർച്ചയാക്കല. അതൊരു തമാശയെ പറഞ്ഞല്ലേ, അതിൽ തമാശയല്ല കേട്ടോ. ഇവിടെ അവിടെ പിടിക്കുക. എന്നൊക്കെ പറഞ്ഞ 2 പൊറാട്ടി, 1 കഷ്ണം ആട്ടിറച്ചി ചായക്ക് മാങ്ങിത്തരുന്നില്ലേ? ഓൻ പുറേ പോയിട്ട് ഉറങ്ങാൻ കിടന്നാലും മെല്ലാടെ ചെന്ന് നോക്കാം. ബാക്കിൽ നോക്കുമ്പോൾ തേങ്ങ പറിച്ചിട്ടിട്ടുണ്ടാണ്. അതിൻ്റെ അകത്തൊരു 10 തേങ്ങയും എടുത്തിട്ട് വിറ്റിട്ട് പൈസക്ക് 2 പൊറാട്ടി, 1 കഷ്ണം ഇറച്ചിയും 1 ചായ എൻ്റെ മോൻ കുടിച്ചോ കേട്ടോ. പടച്ചോൻ്റെ അങ്ങ് തെറ്റൊന്നുമില്ല. നേർച്ച തമാശ പറഞ്ഞാലും നേർച്ചയാ, സുയിപ്പാക്ക പറഞ്ഞാലും നേർച്ചയാ, പേടിപ്പിക്കാൻ പറഞ്ഞാലും നേർച്ചയാ. നിക്കാഹ് തമാശ പറഞ്ഞാലും ഷറയിൽ കാര്യമാണ്, കാര്യത്ത് പറഞ്ഞാലും ഷറയിൽ കാര്യമാണ്. തലാക്ക് പേടിപ്പിക്കാൻ പറഞ്ഞാലും കാര്യം തന്നെ, തമാശ പറഞ്ഞാലും കാര്യം തന്നെ, കാര്യത്തിൽ പറഞ്ഞാലും കാര്യം തന്നെ. ഇതൊക്കെ ഇക്കാലഘട്ടത്തിൽ അറിയേണ്ടതാണ്. ഞാനങ്ങനെ തലാക്കല്ലിപ്പോൾ എന്നിട്ട് പിന്നെ 2ാം കേതാവുമ്പോൾ പിന്നെ പരക്കം പായാണ്. പാഞ്ഞുകൊണ്ട് ഒരു ഫലവും കിട്ടൂലേ, ഒരു ഫലവും കിട്ടൂലേ. ഒരവസരവും ഒരു പെണ്ണ് നബിതങ്ങളെ ഹദ്റത്തിൽ വരുന്നു. കരഞ്ഞുകൊണ്ടാണോ ആള് വരുന്നത്? അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്ന റിഫാഅത തല്ലഖനി യാ റസൂലല്ലാഹ്. ഞാനൊരു സങ്കട കേസ് പറയാൻ വേണ്ടി അവിടുത്തെ പരിശുദ്ധമായ ഹദ്റത്തിൽ വന്നതാണ് നബിയെ. എന്താണ് പെണ്ണേ നിൻ്റെ പ്രശ്നം? ഇന്ന റിഫാഅത തല്ലഖനി യാ റസൂലല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന റിഫാഅത്ത് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ എന്നെ തലാഖ് ചൊല്ലി നബിയേ. ആ സങ്കടം ബോധിപ്പിക്കാൻ വേണ്ടി തങ്ങളെ ഹദ്റത്തിൽ വന്നതാണ്. അതിൻ്റെ പരിഹാരം തങ്ങൾ നിർദ്ദേശിക്കണം. അള്ളാഹുവിൻ്റെ ഇത് മറന്നുറേ പെണ്ണുങ്ങളെ, യുവാക്കളെ. അള്ളാൻ്റെ റസൂലി സഹാബിയത്തായ ഈ പെണ്ണിനോട് ചോദിച്ചു, അബത്ത തലാഖ, പെണ്ണെ നിൻ്റെ തലാഖ് ഫുള്ളായിട്ട് ചൊല്ലിയോ? ഒരു ഭർത്താവിൻ്റെ കൈവശം 3 തലാഖിൻ്റെ അധികാരമാണ്. 1, 2, 3. ഒരു നിർബന്ധകടെ ചൊല്ലണ്ടി വന്നാൽ 1 ചൊല്ലിക്കോ, അതല്ലെങ്കിൽ 2 ചൊല്ലിക്കോ. 1, 2 തലാഖ് ചൊല്ലിയ പെണ്ണിനെ നിനക്ക് ഖേദം വന്ന് വേണ്ടതില്ലായിരുന്നല്ലോ പടച്ചോനെ, തലാഖ് ചൊല്ലിപ്പോയല്ലോ എന്നൊരു ഖേദം വന്നാൽ 3 യുദ്ധ കഴിയുന്നതിൻ്റെ മുൻപ് നിനക്ക് അവളെ മടക്കിയെടുക്കാം. അതിന് കാലിയും വേണ്ട, മുക്കരിയും വേണ്ട, അംഗഹത്യക്ക് ബിന്ദിയും വേണ്ട, കബിൽത്ത് നിക്കാഹ അതൊന്നും വേണ്ട. എൻ്റെ ഭാര്യയെ എൻ്റെ നിക്കാഹിലേക്ക് തന്നെ ഞാൻ മടക്കി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ തന്നെ.
അതുകൊണ്ട് നിർബന്ധ ഘട്ടത്തിൽ വേണ്ടി വന്നാൽ 1 2 ചിലക്ക് 3 തലാക്ക് ചെല്ലണ്ട, അള്ളാൻ്റെ ഓർഡറായി. ഫൈൻ തല്ലഖഹാ മിൻ ബഅദു, 2 അല്ല അതിൻ്റെ ശേഷം ഒന്നുകൂടി 3 തലാക്കും ഒരു പുരുഷൻ ഒരു പെണ്ണിനെ ചൊല്ലിയത് ശരിയാണെങ്കിൽ ഫലാ തഹില്ലു ലഹു, മോളെ മറക്കല്ലേ, അള്ളയാണ് ഈ പറയുന്നത്, ഫലാ തഹില്ലു ലഹു, പരിശുദ്ധ ഖുർആൻ. ആ 3 തലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണ് ഈ തലാക്ക് ചൊല്ലിയ ഭർത്താവിന് ഇനി ഹലാലാകൂല. ഏതുവരെ? ഹത്താ തൻകിഹ സൗജൻ ഗൈറ, ഈ തലാക്ക് ചൊല്ലിയ ഭർത്താവിൻ്റെ തലാക്കിൻ്റെ ഇദ്ദ കഴിഞ്ഞതിൻ്റെ ശേഷം ഇവളെ മറ്റൊരാൾ കല്യാണം ചെയ്യണം, എന്നിട്ട് തലാക്ക് ചെല്ലണം, എന്നിട്ട് അതിൻ്റെ ഇദ്ദ കഴിയണം. ഇതൊക്കെ കഴിഞ്ഞെങ്കിലേ 3 തലാക്ക് ചൊല്ലിയ 1-ാമത്തെ ഭർത്താവ് എനിക്ക് ഹലാലാവുകയുള്ളൂ. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഒരു പെണ്ണ് റസൂലുള്ളാഹിൻ്റെ ഹദറത്തിൽ വന്നു, ഇന്ന റിഫാഅത്ത തല്ലഖനി യാ റസൂലല്ലാഹ്, നബിയേ എൻ്റെ റിഫാഅത്താകുന്ന ഭർത്താവ് എന്നെ തലാക്ക് ചൊല്ലി. സങ്കടം ബോധിപ്പിച്ചപ്പോൾ നബി തങ്ങളുടെ ചോദ്യം, അബത്ത തലാക്ക്, തലാക്ക് ഫുള്ളായിട്ട് ചൊല്ലിയോ? 3 ചൊല്ലിയ നബിയേ. ഇനി പെണ്ണെ, ആ ഭർത്താവ് നിനക്ക് ഭർത്താവല്ല, നീ വേറെ ഭർത്താവിനെ സ്വീകരിച്ചോ, അവൻ മറ്റു പെണ്ണിനെ കെട്ടിക്കോട്ടെ, നിനക്ക് ആ ഭർത്താവിന് ഹലാലല്ല. ഹലാലാവണമെങ്കിൽ ഈ ത്വലാഖിൻ്റെ ഇദ്ദ കഴിഞ്ഞ് നിന്നെ മറ്റൊരാൾ നിക്കാഹ് ചെയ്യണം. അതിൻ്റെ വിശദീകരണങ്ങളെല്ലാം നബി തങ്ങൾ പറഞ്ഞു. ആ പെണ്ണ് അവിടെ നിന്ന് സ്ഥലം വിട്ടു. ത്വലാഖിൻ്റെ ഇദ്ദ കഴിഞ്ഞ ശേഷം മറ്റൊരു ഭർത്താവുമായി നിക്കാഹിലേർപ്പെട്ടു. നബി തങ്ങളോട്, നബിയേ എൻ്റെ റിഫായത്താകുന്ന ഭർത്താവിന് എനിക്ക് ഹലാലാകൂലേ? തങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞത് മറ്റൊരു ഭർത്താവിന് വിവാഹിതയാകണമെന്നല്ലേ. മറ്റൊരു ഭർത്താവിന് വിവാഹിതയായി നബിയെ, ഇനി 3 തലാക്ക് ചെല്ല ഭർത്താവിന് ഹലാലാകൂലേ? അള്ളാൻ്റെ റസൂൽ പറഞ്ഞാൽ 2-ാമത്തെ ഭർത്താവ് നീയുമായി സംയോഗം നടന്നോ? സംയോഗം നടക്കണം. സംയോഗം ചേർന്ന് ഓനിക്കാവില്ല കേട്ടോ, എന്നെ പോലത്തെ വയസ്സന. അന്ന് രാത്രി ഈ പെണ്ണ് നല്ല ബിരിയാണിയൊക്കെ കൊടുത്തു, നല്ല കോഴി ബിരിയാണി, നല്ല ആട്ടിറച്ചി പറ്റിയൊക്കെ കൊടുത്ത്. പൂതിയായിട്ടല്ല, ഭർത്താവുമായി ഭാര്യയായിട്ട് ബന്ധപ്പെട്ട് ശക്തി അവനിക്ക് വേട്ടഞ്ഞ. ഓൻ നല്ലോണം തിന്ന്. 2-ാം ഭർത്താവ് ഉറങ്ങാൻ പോയി കിടന്നു, കൂറയ്ക്കുമ്പോൾ ചുറക്ക് തന്നെ. ഇവിടെ ഉറങ്ങാൻ വന്ന് കിടന്ന് കുറേ സബൂറാക്കി നോക്കി, ഓൻ്റെ ഒരു ചലനവും ഒറ്റ ചലനവും. അവസാനം ഇവളോനൊന്ന് തപ്പി നോക്കി, ഒട്ടാകെ എല്ലാടിയും ഒന്ന് തപ്പി നോക്കി. തപ്പി നോക്കുമ്പോൾ ഉള്ളി ഇല്ല, ഉണ്ണാങ്ങയിൽ ഒരു ചലനവും. പിറ്റേന്ന് അള്ളാൻ്റെ റസൂലിൻ്റെ ഹദറത്തിൽ ഈ പെണ്ണുങ്ങൾ വരുന്ന എങ്ങനെയാ? അള്ളാൻ്റെ റസൂലെ, എൻ്റെ ഭർത്താവ് തലാഖ് ചൊല്ലിയ കേസ് തങ്ങളോട് ബോധിപ്പിച്ചപ്പോൾ തങ്ങൾ എന്നോട് ചോദിച്ച് 3 ചൊല്ലിയോ? 3 ചൊല്ലി നബി എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ എന്നോട് പറഞ്ഞ് മറ്റൊരു ഭർത്താവിന് വിവാഹിതയാകണം. വിവാഹിതയായാലും പോരാ, 2-ാമത്തെ ഭർത്താവ് നീയുമായി സംയോഗം നടക്കണം. ഇന്നമ്മാ മഅഹു മിസ്ലു ഹുദുബത്തി സൗബിയ റസൂലല്ലാഹ്, എൻ്റെ കയ്യിൽ ഈ തുണിക്കോന്തര പോലത്തെ ഒന്നല്ലാണ്ട് ഓൻ്റെ തടിയും വരും. ഇതിലിങ്ങനെ നിൽക്കുമല്ലാണ്ട് സംഗതി നടക്കുമോ? ഇങ്ങനത്തെ ഒന്നും നടക്കൂലോ. അള്ളാൻ്റെ റസൂല് പറഞ്ഞു, മോളെ അത് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, പരിശുദ്ധ ഖുർആൻ്റെ കൽപ്പനയാണ്. ഹത്താ തൻകിഹ സൗജൻ ഗൈറ, 3 തലാക്ക് ചൊല്ലിയ ഭർത്താവല്ലാത്ത മറ്റൊരു ഭർത്താവിന് വിവാഹിതയായിട്ട് ആ പെണ്ണും അവനുമായി സംയോഗം നടക്കണം. റസൂലുള്ളാഹിയുടെ കാലത്ത് ഉണ്ടായ സംഭവമാണ് ഈ പറയും. നിളമായ സംഭവമാണ്. റസൂലുള്ളാഹിൻ്റെ വഫാത്ത് വരെ ഓള് കാത്തു. ഇനി 2-ാമത്തെ ആവ് തലാഖും ചൊല്ലുന്ന സംഗതി ഒന്നും നടത്തുന്നില്ല. എന്നേരം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു. 1-ാമത്തെ കേസുമായി ഈ പെണ്ണാ വരുന്നത്, റിഫായത്താകുന്ന എൻ്റെ മാപ്പിള എന്നെ തലാക്കിയല്ലേ. അപ്പോൾ അതൊക്കെ അത്രയും ഗൗരവമായിട്ട് കണക്കെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് അയഞ്ഞ് പോവുക. അതിന് യോജിക്കുന്ന റിപ്പോർട്ടുകളും പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ സംഘാടകരോട് ഞാൻ പറയുന്നത്, അനന്തര മസ്അലയുടെ വിഷയങ്ങളൊക്കെ ഒന്ന് പഠിപ്പിക്കണം. ആണിനെയും പെണ്ണിയൊക്കെ പഠിപ്പിക്കണം. ഒരാൾക്ക് 7 മോളുണ്ട്, ഒറ്റ ആണും പറ്റിക്കില്ല. ഓനിക്ക് ആമക്കളില്ല തന്നെ. ആകെ ഒരു പൊരയും ഒരു സ്ഥലവും 10 വേറെ ഒന്നുമില്ല. അപ്പോൾ പെരക്കാരൻ മരിച്ചു. ഈ പെമ്മക്കളാ പെരക്കാരൻ മരിച്ചു.
പെൺമക്കൾ ഒന്നാണെങ്കിൽ അവൾക്ക് അവകാശം ബാപ്പൻ്റെ സ്വത്ത് പകുതിക്ക് അവകാശം വരും. ആണില്ല പെണ്ണ് മാത്രമേ ഉള്ളൂ. രണ്ടോ രണ്ടിൽ കൂടുതലോ ഉണ്ടെങ്കിൽ 2/3 പെണ്ണിന് അവകാശം. 3 ബാക്കിയുണ്ടാകും. 3 ബാക്കിയുണ്ടാകും. അപ്പോൾ ഈ 9 പെൺമക്കളുള്ള ഈ പെൺമക്കളെ ഉപ്പ മരിച്ചാൽ ഈ 9 പെൺമക്കൾക്ക് ആകെയുള്ള സ്വത്തിൻ്റെ 2/3 അവകാശം തിരിയൂ. കഴിച്ച് 1 ബാക്കിയുണ്ടാവും. 1 ദൂരപ്പെട്ട കുടുംബത്തിന് പോകണം. നിങ്ങളാരും കൊടുക്കുമോ? അല്ല, മസാല ആവില്ല നിങ്ങളെ മസാല. ഈ കാക്ക മുമ്പ് വയനാട്ടിൽ പോയാലോ ആടുന്ന ഏതോ ഒരു പെണ്ണ് കിട്ടിയിട്ട് പിന്നെ ഓണിക്ക് കൊടുക്കുവാൻ നിങ്ങൾ പറയുന്നത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പം ഇസ്ലാമിൻ്റെ അനന്തര മസാലകളെ പറ്റിയൊക്കെ പഠിക്കുന്ന ക്ലാസ്സുകളൊക്കെ ഇനിയത്തെ കാലത്ത് വളരെ ആവശ്യമാണ്. വളരെ ആവശ്യമാണ്. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ, ഫിഖ്ഹിൻ്റെ നിയമങ്ങൾ, അതൊക്കെ കണരൻ്റെ ഉസ്താദൊക്കെ അവരൊക്കെ മരിച്ചുപോയി. എന്നാൽ അവരോടുള്ള സ്നേഹബന്ധം പുലർത്താൻ വേണ്ടി ആ നിലക്കുള്ള വിഷയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന വാദുകളും ക്ലാസ്സുകളൊക്കെ ഇനിയത്തെ കാലത്ത് നിങ്ങൾ ഉണ്ടാക്കണം. നല്ലവരാകുന്ന നിങ്ങൾക്ക് അങ്ങേയറ്റം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ ശരീരത്തിൻ്റെ ആഫിയത്തിന് വേണ്ടി എൻ്റെ മുത്തുമക്കൾ, എൻ്റെ മഹബൂബീങ്ങൾ എനിക്ക് വേണ്ടി ദുആയിരക്കണം. പ്രമേഹം വളരെ കൂടുതലാണ്. വളരെ കൂടുതൽ. 2 പ്രാവശ്യം ഇൻസുലിൻ ചെയ്യും. ഉച്ചക്കൊരു പ്രമേഹത്തിൻ്റെ ഗുളിക. ഇന്നൊക്കെ 300-350 പ്രമേഹത്തിൻ്റെ സ്ഥിതി. എത്ര ദിവസം ജീവിക്കുമെന്ന് അള്ളാഹുവിനറിയാം. നല്ലവരാകുന്ന മുഅ്മിനീങ്ങളെ, നല്ലവരാകുന്ന മുഅ്മിനാത്തുകളെ, നിങ്ങൾ എൻ്റെ ആഫിയത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി റബ്ബിനോട് ദുആയിരക്കണേ. നിങ്ങൾക്ക് ഈ വയതിനോട് ഇവിടെ ഈ നടന്ന പരിപാടിയുടെ സ്നേഹം ഇവരിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിയും. 4 മണിയായാലും ഉസ്താദ് പോലെ ആരും പോകില്ല, വയത് കട്ടേ പോകും എന്ന് പറഞ്ഞതുകൊണ്ടാണ് 12 മണിക്ക് ശേഷം ഞാനിവിടെ വന്നത്. ഒരു കാര്യമായ പ്രഭാഷണങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് പിന്നീടൊരു അവസരം നിങ്ങൾ പൈസ ഒന്നും തരണ്ട, നല്ല 2 മണിക്കൂർ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരും. അള്ളാഹു ഈ ഒരുമിച്ച് കൂടിയ പോലെ പടച്ചവരെ മരിക്കുന്നതിൻ്റെ മുൻപ് ഒന്ന് മസ്ജിദുൽ ഹറാമിലിരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ ഇന്നുള്ള ആണിനും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും കഅബ ശരീഫ് നോക്കിക്കൊണ്ടിരിക്കാനുള്ള ഒരു സന്ദർഭം നീ കൊടുക്കണേ അല്ലാഹ്. മദീനത്തെ റൗള ശരീഫിൽ റസൂലുള്ളാഹിൻ്റെ മുഖത്തിൻ്റെ നേരെ മുൻവശത്ത് മുറ്റത്ത് പോയി നിന്നിട്ട് അസ്സലാത്തു വസ്സലാം അലൈക യാ റസൂലല്ലാഹ് എന്ന് റസൂലുള്ളാഹിക്കൊരു സലാം പറയാൻ ഈ സദസ്സിലുള്ള എല്ലാ പുരുഷന്മാർക്കും നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അതുപോലെ ഈ സദസ്സിലുള്ള എൻ്റെ പിറന്ന ഉമ്മപങ്ങന്മാർക്കും റസൂലുള്ളാഹിൻ്റെ റൗള ശരീഫിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നൊരു സലാം പറയാൻ നീ പുണ്യഭൂമിയിൽ എത്തിക്കണേ അല്ലാഹ്. മൻസാറ ഖബരി വജബത്ത് ലഹു ശഫാഅത്തി. എൻ്റെ റൗള ശരീഫ് ഒരാൾ സിയാറത്താക്കിയാൽ അതാണാവട്ടെ പെണ്ണാവട്ടെ വജബത്ത് ലഹു ശഫാഅത്തി. നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഉമ്മത്തിമാർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്ത് രക്ഷ കൊടുക്കുമ്പോൾ ആ ശഫാഅത്തിൽ നിർബന്ധമായും പെടുന്നവരാണ് ആണായാലും പെണ്ണായാലും എൻ്റെ റൗള സിയാറത്താക്കിയവർ. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മഖ്ബൂലും മബ്റൂറുമാകുന്ന ഹജ്ജും ഉംറയും ഒരാണോ പെണ്ണോ ചെയ്താൽ അതിന് അള്ളാഹു ഒരു പ്രതിഫലവും നൽകൂല. ഇല്ലൽ ജന്ന, സ്വർഗം അങ്ങ് കൊടുക്കലല്ലാതെ മറ്റൊരു ചെറിയ പ്രതിഫലം കൊണ്ടൊന്നും അള്ളാഹു തൃപ്തിപ്പെടൂല. വല്ല സ്വർഗത്തിനെ കടത്തുന്ന. അതുകൊണ്ട് പടച്ചവൻ എന്നിവിടെ വന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന് വിദൂരമല്ലാത്ത ഭാവിയിൽ ഒന്ന് പരിശുദ്ധ മക്ക ശരീഫിലും മദീന മുനവ്വറയിലും നീ ഒരുമിച്ച് കൂട്ടി കാണിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. 2000 രൂപ മകൾക്ക് സന്താന ഭാഗ്യത്തിന് വേണ്ടി, 500 രൂപ മകൻ്റെ മാനസിക അസുഖം മാറാൻ വേണ്ടി എന്ന് ദ്വാരക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു തടിയെപ്പറ്റിയാണോ ഈ എഴുതിയത് ആ തടിക്ക് സന്താന ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ.
സന്താനം ജനിക്കുന്ന തടസ്സമാകുന്ന വല്ല കാരണങ്ങളും ആണിൻ്റെയോ പെണ്ണിൻ്റെയോ ശരീരത്തിലുണ്ടെങ്കിൽ ആ തടസ്സം ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ നീക്കി കൊടുക്കണേ തമ്പുരാനെ. എന്നിട്ട് നീ അവർക്ക് സന്താന ഭാഗ്യം നൽകണേ തമ്പുരാനെ. മകൻ്റെ മാനസിക രോഗം ശിഫിയാകാൻ വേണ്ടി 500 രൂപ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സദഖത്ത് റദ്ദുൽ ബലായ എന്ന അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചത്. ഏത് സദഖയും ആഫത്ത് മുസീബത്തുകളെ ബലായികളെ തട്ടുന്നതാണ് എന്ന്. അതുകൊണ്ട് പടച്ചവനെ ഈ എഴുതായിരക്കാൻ പറഞ്ഞ ആൾക്ക് ആ മാനസിക തകരാറ് ആർക്കാണോ അത് നീ ഒന്ന് നീക്കി കൊടുക്കണേ തമ്പുരാനെ, നീ ഒന്ന് നീക്കി കൊടുക്കണേ തമ്പുരാനെ. അവൻ്റെ ബുദ്ധി നന്നാക്കി കൊടുക്കണേ തമ്പുരാനെ, ബുദ്ധി നന്നാക്കി കൊടുക്കണേ തമ്പുരാനെ. നല്ല ബുദ്ധി നീ നൽകണേ തമ്പുരാനെ. ബത്തക്ക സ്പോൺസർ ചെയ്ത 2 പ്രവർത്തകർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതകാലത്ത് ഇനിയും ഈ നിലക്ക് ഇൽമിൻ്റെ മജ്‌ലിസിൽ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന സംഗതികളൊക്കെ സംഭാവന ചെയ്യാൻ അവർക്കും അവരുടെ കുടുംബത്തിനും ഇനിയും നീ തൗഫീക്ക് ചെയ്യണേ തമ്പുരാനെ. ഞാൻ ദുആയിരന്നുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഈ പരിപാടി ഇത്ര ഭംഗിയായി ഇവിടെ നടത്താൻ സാമ്പത്തിക സഹായങ്ങൾ ചെയ്ത മുഴുവൻ പ്രവാസികൾക്കും വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഇതിൻ്റെ ചാലക ശക്തി പ്രവർത്തിച്ച വ്യക്തികൾക്കും പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ദുആയിരക്കാൻ ഏൽപ്പിച്ച എല്ലാ ഹലാലാ ഉദ്ദേശങ്ങളും നീ അവർ ഉദ്ദേശിച്ച മട്ടിൽ തന്നെ നീ അവർക്ക് ഹാസിലാക്കി കൊടുക്കണമേ തമ്പുരാനെ. ഈ ഇരുത്തം എൻ്റെ മനസ്സിന് വളരെ സന്തോഷമുണ്ട്. കാലത്ത് തുടങ്ങിയ പരിപാടിയാണ്. 2 മണി കഴിഞ്ഞിട്ടും ഇത്ര ആവേശത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയും ഇരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ ഞാൻ മറക്കുകയില്ല. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഇൽമിൻ്റെ മജ്‌ലിസ് ഇന്ന് രാത്രി തനിക്ക് വില്യാപ്പള്ളി വഅദുണ്ട്, ഇന്നും നാളെയും. ആ വഅദിലൊക്കെ ഈ സദസ്സിനെ മനസ്സിൽ വരുത്തിക്കൊണ്ട് ഞാൻ ദുആയിരക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അർഹമുർ-റാഹിമീനായ രാജസീതായ അല്ലാഹുവേ, ഞങ്ങളെ ഈ പുണ്യ ദിവസത്തിൽ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. ഇന്ന് വരെ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും കുറ്റങ്ങളും ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാർക്ക് പൊറുക്കണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട സന്താനങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത സർവ്വാണിനും പെണ്ണിനും പൊറുക്കണേ തമ്പുരാനെ. ഞങ്ങളെ വഅദിൻ്റെ മജ്‌ലിസിലും ക്ലാസിൻ്റെ മജ്‌ലിസിലും ഒക്കെ ഒരുമിച്ച് കൂടുന്ന നല്ലവരാകുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ഒരുപാട് സഹോദരിമാരുണ്ട്. അതിന് തക്കതായ പ്രതിഫലം നീ അവർക്ക് നൽകണേ തമ്പുരാനെ.